ജി സുധാകരൻ പാർട്ടിക്ക് പുറത്തേക്ക്. പാർട്ടി അംഗത്വം പുതുക്കിയില്ല. പ്രകോപന കാരണം സുധാകരൻ പരിഗണന അർഹിക്കുന്നില്ലെന്ന പാർട്ടി സെക്രട്ടറിയുടെ പരിഹാസം. FB കുറിപ്പിൽ MV ഗോവിന്ദന് രൂക്ഷ വിമർശനം. പാർട്ടി അംഗത്വം പുതുക്കിയില്ലെന്ന വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെ FB കുറിപ്പ്. സീറ്റ് വിഭജനം ഉടൻ പൂർത്തിയാക്കാൻ LDF കേരള കോൺഗ്രസുമായുള്ള തർക്കം പരിഹരിക്കാൻ ശ്രമം. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ CPM സെക്രട്ടേറിയറ്റ് ചേരുന്നു. CPI നേതൃയോഗങ്ങൾക്കും തുടക്കം. പശ്ചിമേഷ്യയിൽ സമാധാനം അകലെ. US-നും ഇസ്രായേലിനുമെതിരെ ആക്രമണം കടുപ്പിച്ച് ഇറാൻ. ഗൾഫ് രാജ്യങ്ങളിലെ US കോൺസുലേറ്റുകൾക്ക് നേരെ ആക്രമണം. ശക്തമായി തിരിച്ചടിച്ച് ഇസ്രായേൽ. ഇറാൻ പ്രസിഡന്റിന്റെ ഓഫീസ് ആക്രമിച്ചു. എത്രയും വേഗം ചർച്ച നടത്തണമെന്ന് ആസിയാൻ രാജ്യങ്ങൾ. തയ്യാറല്ലെന്ന് ഇറാൻ. മരണം 1700 കടന്നു. ഓഹരി വിപണിയിൽ കനത്ത ഇടിവ്. സെൻസസ് 1600 പോയിന്റ് ഇടിഞ്ഞു. നിഫ്റ്റി 490 പോയിന്റും താഴ്ന്നു. രൂപയുടെ മൂല്യത്തിനും വൻ ഇടിവ്. വിമാന സർവീസുകളിൽ ഇന്നും പ്രതിസന്ധി. കരിപ്പൂരിൽ നിന്നുള്ള 65 വിമാന സർവീസുകൾ റദ്ദാക്കി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 39 വിമാനങ്ങളുമില്ല. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള കേരളത്തിലേക്കുള്ള സർവീസുകളും വൈകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ A. പത്മകുമാർ പുറത്തേക്ക്. ജാമ്യം അനുവദിച്ച് കൊല്ലം വിജിലൻസ് കോടതി. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ സമരത്തിൽ. അടിസ്ഥാന ശമ്പളം ഉയർത്തണമെന്ന ആവശ്യം. സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി നഴ്സസ് അസോസിയേഷൻ. T20 ലോകകപ്പിലെ ആദ്യ സെമി പോരാട്ടം ഇന്ന്. ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ നാളെ.